എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ. നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു നാടൻ, ഇപ്പോൾ എല്ലാവരുടെയും സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിൽ കൂടെ ഉണ്ടാവുമല്ലോ ചക്കക്കുരു. ഈ ഒരു ചക്കക്കുരു ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും വെച്ച് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണം കേട്ടോ. അത്രയും അതിഗംഭീരമാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള നമുക്ക് ചക്കക്കുരു നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ആ കഴുകുന്ന വെള്ളം നല്ല ക്ലിയർ ആവുന്നത് വരെ ഒരു 4-5 വട്ടം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. എന്നതിന് ശേഷം അത്യാവശ്യം എനിക്കിപ്പോൾ വേവുള്ള ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഞാനിത് കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേവ് കുറവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് അത് ഉടഞ്ഞു പോകരുത്, ഒരുപാട് ഉടഞ്ഞ് കലങ്ങരുത്, നമ്മൾ കറിയൊക്കെ വയ്ക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ ഞാനത് കുക്കറിൽ എനിക്കൊരു 3 വിസിലടിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും, എന്നാലും ഉടഞ്ഞു പോവുകയില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാനിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ നോമ്പിൻ്റെ സമയത്ത് അതുപോലെ തന്നെ ഈ ചിക്കനൊന്നും കഴിക്കാത്ത ആളുകൾക്ക്, മീറ്റൊന്നും കഴിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്രയ്ക്കും അടിപൊളിയാണ്. ഇപ്പോൾ ഞാൻ വേണ്ട ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവോള, അല്ലെങ്കിൽ വലിയ സവോളയാണെങ്കിൽ ഒരു മുറി മതി കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ സവോള ആയതുകൊണ്ട് ഒരു സവോള എടുത്തിട്ടുണ്ട്, അത് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് അളവ് കൂടിപ്പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ പൊടിൻ്റെ ഒരു കുത്തൽ ചുവ വരും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ഇനി നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകമായിട്ട് പറയുകയാണ്, ഒരു പൊടികളും അതിന് ആവശ്യത്തിൽ കൂടുതൽ അളവ് ചേർക്കരുത് കേട്ടോ. അപ്പോൾ ആ പൊടീൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്, ഇതിൽ നമുക്ക് അത്രത്തോളം വേണ്ട. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ ഗരം മസാല, ഈ ഗരം മസാലയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നല്ല ഉഗ്രനായിട്ടുള്ള മസാലേൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ അളവിൽ മതി. പിന്നെ നമുക്കൊരു 3/4 ടീസ്പൂൺ അളവിൽ തന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 4-5 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകൊക്കെ ഇതിന് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇട്ട് കൊടുക്കണം, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച്, നമ്മൾ ഓൾറെഡി മുളക് പൊടി ചേർത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് ചേർത്തോളൂ കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 2 തണ്ട് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള, ഇങ്ങനെ ഫ്രഷ് ആയിട്ട് എങ്ങനെ കറിവേപ്പില സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഷോർട്സിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എടുത്ത് വെക്കുന്നതെന്ന്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി ഒന്ന് യോജിപ്പിക്കണം. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഈ ഒരു ചക്കക്കുരുവിൻ്റെ വേവിനനുസരിച്ചുള്ള വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഒരു 3 വിസിലാണ് നമ്മൾ അടുപ്പിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്തു. നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് കണ്ടില്ലേ, ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കുക്കറിൻ്റെ അടച്ചിട്ട് ഒരു 3 വിസിൽ, നിങ്ങൾക്കിപ്പോൾ നല്ല വേവുള്ള ചക്കക്കുരു ആണെങ്കിൽ അതിനനുസരിച്ച് വിസിലടിപ്പിക്കണം കേട്ടോ. ഞാനിപ്പോൾ അതേ വിസിലടിച്ച്, ഈ ഒരു വിസിലടിക്കുമ്പോഴത്തേക്കും ഒരുപാടങ്ങ് സ്പ്രെഡായി തെറിക്കാതിരിക്കാനുള്ള ഒരു കിഡിലൻ ടിപ്പ് എൻ്റെ ഒരു ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുന്ന ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ടുള്ള പിന്നെ ഒരു ടിപ്പാണത്, ഒന്ന് കണ്ടു നോക്കണം. ഇതേ നമ്മുടെ 3 വിസിലടിച്ചപ്പോഴത്തേക്കും ചക്കക്കുരുവൊക്കെ നല്ല കിടിലനായിട്ട് വെന്ത് വന്നു. അത്യാവശ്യം ഒരു കുഴമ്പ് പരുവത്തിലാണ് ഈ ഒരു ചക്കക്കുരു ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കടുക് വറക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തു. അതിലേക്ക് എണ്ണ ചൂടായപ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു 2 ചെറിയുള്ളി കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അത് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് കുക്കറിൽ വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ഇത് കണ്ടില്ലേ, ചക്കക്കുരു കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ മസാലേൻ്റെ കുത്തുകളൊന്നും തന്നെ ഇല്ല, കാരണം ഇത് വിസിലടിക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് എമൗണ്ട് മാത്രമേ നമ്മൾ മസാല ചേർത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല കുറുകി നല്ല അടിപൊളിയായിട്ടല്ല. ഇനി അതിലുള്ള വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റിച്ച് നല്ലോണം വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് വരട്ടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്, വരട്ടി എടുക്കുന്നത്. അപ്പം ഞാനൊരു ചെറിയൊരു കുഴമ്പ് പരുവത്തിലാണ് എടുക്കുന്നത്. ഇത് കണ്ടോ, നല്ലോണം ആ ഒരു ചക്കക്കുരുവിൻ്റെ ഓരോ പീസിലും ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഒരു അടിപൊളി
കിടിലൻ തോരനാണ് കേട്ടോ. നമ്മളെ ചിക്കൻ ഒന്നുമല്ല, നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യും. ഒന്നുകിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഇതിലേക്ക് മീറ്റ് മസാല നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. ആ രണ്ടിലേതെങ്കിലും ഒന്ന് എന്തായാലും ചേർക്കണം. ഇത് കണ്ടില്ലേ, അപ്പോൾ അതായത് ചീനച്ചട്ടിയിൽ കിടന്ന് അതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ല തോർന്ന് നല്ല ഫ്രൈ ആയിട്ടിത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി അങ്ങ് വരട്ടി എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, വരട്ടി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ അത്ര തന്നെ വരട്ടി എടുക്കുന്നില്ല. ഇത് കണ്ടോ, കുറച്ച് ഒരു 10 മിനിറ്റോളം വെച്ചപ്പോഴത്തേക്കും നന്നായിട്ട് ഇതൊന്ന് വരണ്ടതുണ്ട്. ഇത്ര വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി നമുക്ക് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവം വരെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ ഇതുപോലെ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളി ഗംഭീരമായിട്ടുള്ളൊരു തോരനാണ്. ഇതിന് പകരം വെക്കാനായിട്ട് നമുക്ക് ടേസ്റ്റ് ബേസ് ഒന്നും വേറെ പറയാനായിട്ട് പറ്റില്ല, അത്രയും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകല്ലോ കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.